12 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ഭാര്യയെയും ഭർത്താവിനെയും അവർ കൂടോത്രം ചെയ്യുന്നു എന്നും പറഞ്ഞ് ജീവനോടുകൂടി കത്തിച്ചു കളയാണ്. അതിന്റെ ശാപമായിട്ട് ഇപ്പൊ 12 വർഷത്തിന് ശേഷം ഗ്രാമത്തിലുള്ള ഓരോരുത്തരും ആത്മഹത്യ ചെയ്യാണ്. മരിച്ച ആളെ ആദ്യമായിട്ട് ആരാണോ കാണുന്നത് അവരും ആത്മഹത്യ ചെയ്ത് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നന്ദിനിയാണ് അവസാനമായിട്ട് ആ ഒരു സൂയിസൈഡ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവളും മരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോ വന്ന് രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവാണ് ഇതെല്ലാം നടക്കുന്നത് 12 വർഷം മുമ്പ് നടന്ന ആ ഒരു സംഭവത്തെ തുടർന്നാണെന്ന്. ഇതിനൊരു പരിഹാരമായിട്ട് എന്താ ചെയ്യാന്ന് പൂജാരിയോട് ചോദിക്കുമ്പോൾ അയാൾ ഒരു ബുക്കി നോക്കിയിട്ട് പറയാണ്, ലാസ്റ്റ് ആയിട്ട് മരണം കണ്ട ആ ഒരു പെണ്ണിനെ ഒരു മരത്തിന്റെ ബോക്സിലാക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും നാട്ടുകാരോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് അതിന് സമ്മതിക്കുന്നേ ഇല്ല. 8 മണിക്കൂറിനുള്ളിൽ ഇതിനുള്ള പരിഹാരം കണ്ടെത്തി വരാമെന്ന് പറഞ്ഞ് ഹീറോ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കിടക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനെല്ലാം കാരണം അന്ന് നാട്ടുകാരെ കൊന്നുകളഞ്ഞ ആ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും മകനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവനും ഇപ്പൊ കൂടോത്രം പഠിച്ച് ഈ നാടിനെ നശിപ്പിക്കാനായിട്ട് കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും മരിച്ച സമയത്ത് ആ ഒരു പയ്യനെ ഒരു ഓർഫനേജിൽ കൊണ്ടുവന്നാക്കിയിരുന്നു. ആ ഓർഫനേജിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഓർഫനേജ് കുറെ കാലം മുമ്പ് പൂട്ടിയെന്നും അവനൊരു പ്രത്യേക തരം പെരുമാറ്റമുള്ള പയ്യനാണെന്നും അറിയാൻ ഹീറോക്ക് സാധിച്ചു. അച്ഛനെയും ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഒരു സ്വാമിയുടെ സഹായത്തോടു കൂടി ഹീറോ ആ ഒരു ഗുഹയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ബുക്ക് കിട്ടാണ്. ആക്ച്വലി പറഞ്ഞാല് അമ്പലത്തിലുള്ള ഒരു ബുക്ക് നോക്കിയിട്ടാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പൂജാരി നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാല് ആ ഒരു യഥാർത്ഥ ബുക്ക് ഇപ്പോ ഈ ഒരു ഗുഹയിലാണ് ഉള്ളത്. അതായത് അമ്പലത്തിലുള്ള ആ ഒരു ബുക്ക് ഈ ഒരു പയ്യൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ച് ഗ്രാമത്തിലേക്ക് കയറി പിന്നീട് ഓരോ സൂയിസൈഡ് കഴിയുമ്പോഴും അവന്റെ ആത്മാവ് ഓരോ ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ആത്മാവ് ഉള്ളതപ്പോ നന്ദിനിയുടെ ശരീരത്തിലാണ്. മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകള്, മുഖക്കുരു വന്നിട്ടുള്ള അടയാളങ്ങള്, കണ്ടടത്തിലെ കറുപ്പ്, കഴുത്തിലുണ്ടാക്കുന്ന കറുപ്പ്, കാൽമുട്ടിലെ കൈമുട്ടിലെ കറുപ്പ്, എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ആയുർവേദ സ്കിൻ കെയർ ഓയിലാണിത്. സ്കിന്നിന് ബ്രൈറ്റ്നസ് കൂട്ടാനും തിളക്കം വർദ്ധിപ്പിക്കാനും കുട്ടികൾക്ക് ധൈര്യപൂർവ്വം ഇത് ഉപയോഗിക്കാം. കാരണം ഇതൊരു ആയുർവേദ ഓയിലാണ്. ഇത് വേണ്ടവരെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.